പാലക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വഴിത്തിരിവ്. കൊട്ടേഷൻ നൽകിയത് സ്വന്തം ചെറിയച്ഛൻ്റെ മകനാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി മലപ്പുറം സ്വദേശി സിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 6-നാണ് തൃത്താല കൊഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലി ഒരു സംഘം തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. കൊട്ടേഷൻ സംഘം മദ്യപിച്ച് ബോധരഹിതരായതോടെയാണ് മുഹമ്മദ് അലി തടവിൽ നിന്നും രക്ഷപ്പെട്ടത്. കേസിൽ പിടിയിലായ ഒരു പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിയാസും പിടിയിലായത്. നേരത്തെ മുഹമ്മദ് അലിയുടെ വിശ്വസ്തനായിരുന്ന ഇയാളെ തട്ടിപ്പിനെ തുടർന്ന് ചുമതലയിൽ നിന്നും, അതായത് ഈ ജോലിയിൽ നിന്നും മാറ്റിയതിൻ്റെ ചില പക ഉൾപ്പെടെയാണ് ഈ സംഭവത്തിന്, തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എം വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, 3 മാസത്തിന് ശേഷമാണ് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരു നിർണായകമായ കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിനെത്താൻ കഴിഞ്ഞത്. നേരത്തെ ന്യൂസ് 18-നാണ് ഈ സംഘത്തിൻ്റെ, കൊട്ടേഷൻ സംഘത്തിൻ്റെ തടവിലായിരുന്നപ്പോഴുള്ള മുഹമ്മദ് അലിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. അതിക്രൂരമായി മർദ്ദിക്കുന്നു, ചോരയൊലിച്ച് നിൽക്കുന്ന മുഹമ്മദ് അലിയുടെ ദൃശ്യങ്ങൾ, അത് നമ്മൾ ഭീതിയോടെയാണ് കണ്ടത്. അത്രയും ക്രൂരമായി അപായപ്പെടുത്താനുള്ള ശ്രമം പോലും ഉണ്ടായതാണ്. പിന്നീട് അവരുടെ തടവിൽ നിന്നും ഭാഗ്യം കൊണ്ട് മുഹമ്മദ് അലിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ ആരാണ് കൊട്ടേഷൻ നൽകിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. ഒടുവിൽ മുഖ്യപ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് ഈ സിയാസിലേക്ക്, അതായത് ഈ മുഹമ്മദ് അലിയുടെ ഉറ്റ ബന്ധുവായ സിയാസിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോം, കഴിഞ്ഞ ഡിസംബർ 6-നാണ് ഈ ഒരു ഭീകര സംഭവം എന്ന് തന്നെ പറയാം. ഒരു ഗ്രാമപ്രദേശമായ പട്ടാമ്പിയിൽ കോഴിക്കാട്ടിരി, തിരുമറ്റക്കോട് പഞ്ചായത്തുള്ള കോഴിക്കാട്ടിരി പ്രദേശത്താണ് രാത്രി ഒരു 6 മണി 7 മണിയോട് കൂടി ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്നും വിദേശത്തേക്ക് പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് പട്ടാമ്പി ഈ തിരുമറ്റക്കോട് വഴി പോവുകയായിരുന്നു വ്യവസായിയായ മുഹമ്മദ് അലി. ഈ സമയം ആളൊഴിഞ്ഞ പ്രദേശം നോക്കി പട്ടാമ്പിയിൽ നിന്നും പിന്തുടർന്നെത്തിയ 7-അംഗ സംഘം കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് വെച്ച് ഈ മുഹമ്മദ് അലിയുടെ വെൽഫെയർ കാർ തടഞ്ഞു നിർത്തുകയും തുടർന്ന് തോക്ക് ചൂണ്ടിയും കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തും വലിയൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് മുഹമ്മദ് അലിയെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും തുടർന്ന് ഒറ്റപ്പാലത്ത് അടുത്തുള്ള ഉൾഗ്രാമത്തിലുള്ള ഒരു കോതക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ, ആളൊഴിഞ്ഞൊരു വീട്ടിൽ ഇദ്ദേഹത്തെ എത്തിക്കുകയും തുടർന്ന് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ വിദേശത്തുള്ള മകനെ ഫോൺ ചെയ്ത് കോടികൾ, 70 കോടിയോളം രൂപ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് രാത്രി ഈ കൊട്ടേഷൻ സംഘങ്ങൾ മദ്യപിച്ച് ബോധരഹിതരാക്കുകയും ഈ സമയം മുഹമ്മദ് അലി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയുമായിരുന്നു. സമീപത്തെ ഒരു നിസ്കാര പള്ളിയിൽ അഭയം തേടിയ മുഹമ്മദ് അലിയെ ആളുകൾ കണ്ടെത്തുകയും തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നത്. തുടർന്ന് വലിയൊരു അന്വേഷണമാണ് പാലക്കാട് SP-യുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് വിപുലമായൊരു അന്വേഷണമാണ് നടത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് ആദ്യം ഒരു പ്രതി പിടിയിലാവുകയും തുടർന്ന് ഒരു പ്രതിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തുടർന്ന് 6 പ്രതികൾ പിടിയിലാവുകയും തുടർന്ന് ഇപ്പോൾ അവസാനം ഈ കൊട്ടേഷൻ നൽകിയ പ്രധാന സൂത്രധാരൻ, അതാണ് ഞെട്ടിക്കുന്ന കാര്യം, ഈ മുഹമ്മദ് അലിയുടെ സ്വന്തം ചെറിയച്ഛന്റെ മകനാണ് ഈ കൊട്ടേഷൻ നൽകിയെന്നുള്ള വിവരമാണ് ഈ കുടുംബത്തെ തന്നെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്, സമൂഹത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതോടുകൂടി ഈ കേസിൽ 17 പ്രതികൾ, ഈ ചെറിയച്ഛന്റെ മകൻ ശ്രീ ഷിയാസിനൊപ്പം വീട്ടിലുണ്ടായിരുന്ന 2 പേരടക്കം 3 പേരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ 17 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത് കേട്ടോ. യെസ്, എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഡിസംബർ മാസത്തിലാണ് പ്രവാസി വ്യവസായമായിട്ടുള്ള മുഹമ്മദ് അലിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഈ സംഘം മദ്യപിച്ച് ലക്ക് കെട്ട് ബോധരഹിതരായി ഉറങ്ങുന്നു, വാഹനത്തിൽ കിടന്ന് ഉറങ്ങുന്നു. അവിടെ നിന്നും മുഹമ്മദ് അലി ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘത്തിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞെങ്കിലും പ്രധാനികളെ, അതായത് കൊട്ടേഷൻ നൽകിയ ആളെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായിരുന്നു. ഒടുവിൽ ബന്ധുവായ മുഹമ്മദ് അലിയുടെ ചെറിയച്ഛൻ്റെ മകൻ സിയാസാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കൊട്ടേഷൻ നൽകിയെന്ന കാര്യത്തിൽ
വ്യക്തത വരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.